എന്റെ പപ്പയും അമ്മയാണ്. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് പറഞ്ഞ എന്റെ കൂടെ നിന്നിട്ടുള്ളത് എന്റെ പപ്പയും അമ്മയാണ്. അവരെന്താ പറയുന്നേ നോക്കാം എന്നെ കുറിച്ച്. ഇവക്ക് JRF എടുക്കണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. JRF വേണമെന്നായിരുന്നു, അതിനുവേണ്ടി ശ്രമിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ നെറ്റെങ്കിലും കിട്ടി. അത് രാത്രി ഇങ്ങനെ ഫുള്ളും ഉറങ്ങാതിരുന്ന് പഠിക്കും. രാത്രി 1 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് വഴക്ക് പറയും കടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലും പിന്നെയും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അവളവിടെ ഇരിപ്പുണ്ടാവും. അവിടെ ഒന്നും കഴിവുകൊണ്ട് അവൾ പഠിച്ചെടുത്താ. ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ മോനും. ഹലോ എവ്രി വൺ, ദിസ് ഇസ് മുസിന, ഐഫറിലെ എക്കണോമിക്സിൻ്റെ മെൻറ്ററാണ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പാട് എന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ അനു ജോസഫ്, നമ്മുടെ കഴിഞ്ഞ ടേമിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അനു ഇപ്രാവശ്യത്തെ നെറ്റ് ഹോൾഡറാണ്. അനു 4ാമത്തെ അറ്റംപ്റ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം നെറ്റ് എഴുതുന്നത്. ആൻഡ് ഇപ്രാവശ്യം ഐഫറിൽ വന്നതിന് ശേഷമാണ് അനു ട്രാക്കിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനുവിൻ്റെ വിജയകഥകളിൽ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത ആ ഒരു കഥകളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അനുവിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ആയിരുന്നു ഐഫറിലെ ഒരു പഠനവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അനു, ഞാന് 2021 PG പാസ് ഔട്ട് ആവുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വലിയ ആളുകൾക്കൊക്കെ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ച ഒരാളാണ്. പിന്നെ PG പഠിച്ചു കഴിയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അറ്റ്ലീസ്റ്റ് നെറ്റെങ്കിലും കിട്ടാതെ നമുക്ക് ഇവിടെ ഈ ഒരു ലോകത്ത് ഇപ്പം ഫുള്ള് കോമ്പറ്റിറ്റീവ് വേൾഡ് ആണല്ലോ, ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഒരു ഇതൊന്നും കിട്ടാതെ ഞാൻ ഈ PG പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് നെറ്റ് വേണം എന്നുള്ളൊരു സാധനമായി. പിന്നെ അപ്പോഴാണ് ഞാൻ ആദ്യം ഐഫറിൽ വരുന്നതിന് മുന്നേ ഞാൻ വേറൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും ഒരു പരാജയമായിരുന്നു. ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ക്ലാസ് ഒന്നും ശരിക്കും കിട്ടുന്നില്ല. പിന്നെ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി അത് സംഭവം അവരുടെ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വേറൊരാൾക്ക് കൊടുത്തായിരുന്നു. പക്ഷെ അവര് പറ്റിച്ചു പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അവര് വേറെ ഇത് തുടങ്ങിയ സമയത്ത് എന്നോട് ജോയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ നമ്മൾ ഒരു തവണ മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊന്നും പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് കുറെ ഈ ഐഫറിന്റെ മറ്റേ ഈ പുസ്തകമൊക്കെ ഇല്ലേ, അതെ, അതൊക്കെ എനിക്കിങ്ങനെ ഫ്രണ്ട്സ് കോളേജിൽ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ തരുമായിരുന്നു. കാരണം അന്ന് കൊറോണ സമയമായതുകൊണ്ട് ഫുൾ ക്ലാസ്സുകളും ഓൺലൈൻ വഴിയാണ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ബുക്കൊക്കെ തരുമായിരുന്നു. അപ്പൊ ഈ യൂട്യൂബിലൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു ഐഫറിന്റെ. അപ്പൊ ഒരു തവണ ഇത് വന്നതാണ്. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, നമുക്കറിയില്ലല്ലോ. കാരണം ഒരു തവണ ഈ പൂച്ച ചൂടുവെള്ളം ആ ഒരു സംഭവം ഇനിയൊരു അവസ്ഥ വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ശരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുഴപ്പമായിരുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ആളുകൾ പറ്റിച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ ശരി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്നും ജോയിൻ ചെയ്തില്ല. പിന്നെ ഐഫർ തന്നെ ഒരു 1 മന്ത് ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിൽ ജോയിൻ ചെയ്തപ്പം ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് JRF വേണം എന്നൊരു തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നെറ്റ് പോലും എനിക്ക് കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പം നെറ്റ് വേണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെയാണ് നെറ്റെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത്. ഐഫറിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അനീസാരുടെ ക്ലാസ് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഇന്ററാക്ഷൻ പോലെ അനീസാരുടെ ക്ലാസ് ആയിരുന്നു. അപ്പൊ അനീസാറ് പറഞ്ഞത് അത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് നമുക്ക് കിട്ടും, നമ്മൾ നെറ്റ് വിചാരിച്ചാൽ പറ്റില്ല, JRF തന്നെ കിട്ടും, JRF കിട്ടണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം വന്നു. ആ ഒരു സമയത്ത് വന്നു. ഞാൻ 2021 ഇതിലൊക്കെ ഇതൊക്കെ നടക്കുന്ന. ഐഫറിൽ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് 2021. ആ ഒരു സമയത്ത് ആ കൊറോണ സമയത്ത് നമ്മളെ ഈ എക്സാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് PG ഉണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എക്സാം വന്ന സമയത്ത് ഞാൻ അതിന് മുന്നേ B.Ed ഞാൻ ജോയിൻ ചെയ്തു. PG കഴിഞ്ഞു, പിന്നെ ഞാൻ B.Ed ജോയിൻ ചെയ്തു. B.Ed ജോയിൻ ചെയ്ത സമയത്താണ് ഈ എക്സാം വരുന്നത്. അപ്പോൾ ഈ എക്സാം B.Ed തുടങ്ങുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ പോകണം, ചേരണം. എനിക്ക് കോഴിക്കോട് മാനാഞ്ചിറ ഞാൻ B.Ed ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് ശരിക്കും നോക്കാൻ പറ്റിയില്ല. ആ എക്സാം സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടിയില്ല.
Blackout ആയി പോയി. പിന്നെ B.Ed ആയി, അങ്ങനെ പോയി. പിന്നെ B.Edന് കയറി 2 വർഷം B.Edന് കയറി. പിന്നെ B.Edന്റെ Serious ലൈഫാണ്. ആയിട്ട് പിന്നെ പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പഠിച്ചോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ക്ലാസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇപ്പൊ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ഞാനിപ്പോ അത് ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിത്രയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട്, ശരിക്കും മിത്രേനെ എടുത്തു പറയണം. എനിക്ക് ഓർമ്മയുണ്ട്, ആ പഴയ ഒരു മിത്ര ഉണ്ട്, എന്നെ ഫസ്റ്റ് കോണ്ടാക്ട് ആ മിത്രയുടെ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും. നമ്മുടെ ഹാപ്പിനെസ് ഓഫീസർ. അപ്പം ആ മിത്രയുടെ വോയിസ് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഡൗൺ ആയി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയാം ഐഫറിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്, പക്ഷെ ഓരോ കുട്ടികളെ എങ്ങനെ അവർ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. ഒരു സമയത്ത് ഫസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അപ്പോഴൊന്നും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം ഒരു ദിവസം എന്നെ മിത്ര ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം അന്ന് മിത്രയൊക്കെ ആയിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിത്ര എന്നെ വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം നമ്മൾ ആദ്യമായിട്ട് കുറച്ച് നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ B.Edന്റെ സമയത്ത് കുറച്ചൊന്ന് ട്രാക്ക് ഇറങ്ങിപ്പോയതാ പറ്റിയത്. പക്ഷെ എന്നാലും പക്ഷെ അതിനനുസരിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ 4 മാർക്കിന്റെ ഐ തിങ്ക് 8 എത്രയോ ഐ തിങ്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഇതിലേ ഞാൻ ആയി പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത്രയും കിട്ടാന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചു. അപ്പം ഓക്കെ, ആ ഒരു സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മിത്ര എന്നെ വിളിക്കുകയാണ്. ഹലോ അനു എന്തുണ്ട് എന്ന് ചോദിച്ച് വിളിച്ച സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്ത് ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയത്താണ് അവർ വിളിച്ചിട്ട് ഹലോ അനു എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ശരിക്കും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഇവർക്ക് മനസ്സിലാവുന്നത്. ഞാൻ മിത്രനെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ട് വിളിച്ചാണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിത്ര പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഞാൻ നല്ല രീതിയിൽ ശരിക്കും എന്താ ഞാൻ കണ്ടിട്ടില്ല മിത്രനെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മിത്ര എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ്. എനിക്ക് ആ വോയിസ് മാത്രം, എന്നെ വിളിച്ച വോയിസ് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ ആ ഒരു വോയിസിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ ഉയർത്തിക്കാൻ പറ്റുക പറയുന്ന വലിയൊരു കാര്യമാണ്. അത് ശരിക്കും ഭയങ്കര എനിക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഒരു ഓൺലൈൻ ഇതിലായിട്ടുള്ളത് ഐഫറിലാണ്. പിന്നെ ഫസ്റ്റത്തെ കേസ് ഞാൻ പറഞ്ഞല്ലോ അതായിരുന്നു. അപ്പോൾ ഇങ്ങനെ മിത്ര വിളിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഐഫറിൽ നിന്ന് ലെറ്റർ വരിക, എനിക്ക് ആദ്യമായിട്ട് ഒരു സിസ്റ്റമായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ഹാപ്പി ആയിരിക്കുക, വളരെ ഹാപ്പി ആയിക്കൊണ്ട് എല്ലാവരും പഠിക്കുക, വളരെ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് എല്ലാവരും പഠിക്കുക. അതിന് ഐഫറിലുള്ള ഒരു വിങ്ങാണ് സത്യത്തിൽ ഹാപ്പിനെസ് ഓഫീസേഴ്സ്, മിത്ര എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സ് സ്റ്റുഡൻസ് ഹാപ്പി ആയിട്ട് പഠിക്കുന്നുണ്ട്, അവരുടെ പഠനത്തിൻ്റെ ഓരോ ഘട്ടവും അവർ ഹാപ്പി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും കോൾ ചെയ്യും സ്റ്റുഡൻസിനെ, അതേപോലെ വാട്സപ്പിലൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മിത്ര കോണ്ടാക്ട് ചെയ്തതൊക്കെ അനുവിന്റെ പ്രിപ്പറേഷനിൽ ഒരുപാട് ഹെൽപ്പ് ആയിട്ടുണ്ട്. കാരണം ഒരു ഇമോഷണൽ സപ്പോർട്ട് മിത്ര അനുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഫറിന്റെ ഈ ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ഓരോ സ്റ്റുഡന്റിന്റെയും ജീവിതത്തിൽ എത്രമാത്രം വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അനു, നമുക്ക് കഴിഞ്ഞ ഈ ഒരു ടേമിന്റെ റിസൾട്ട് അതാണല്ലോ ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ആ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേമിലുള്ള അനുവിന്റെ പ്രിപ്പറേഷൻ, സത്യം പറഞ്ഞാൽ ഈ ടേമിലാണ് അനു ആ ട്രാക്കിൽ വളരെ സീരിയസ് ആയിട്ട് ഇതിനെടുത്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഞാൻ മെൻറ്ററായ ആ ഒരു സമയത്ത് തന്നെ അനു പലപ്പോഴും ഭയങ്കര ടെൻഷനായിട്ട് വിളിക്കുന്ന കുറെ സമയമുണ്ട്. നല്ല ടെൻഷനായിട്ട് മിസ് ഇനി എന്ത് ചെയ്യും, അങ്ങനത്തെ കുറെ കാര്യങ്ങള്. അത് ടെൻഷന് മാത്രമല്ല, ചില നേരത്ത് എന്നാലും ട്രാക്ക് ഔട്ട് ആയി പോകുന്ന സമയങ്ങൾ ഉണ്ടാകും. അപ്പോൾ എങ്ങനെ ഇനി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു ടേമിലേക്കുള്ള അനുവിന്റെ പ്രിപ്പറേഷൻ, അതേപോലെ ഏർലി മോർണിംഗ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ അവിടെ അനു, ജ്യോതിക, അതേപോലെ നമ്മുടെ സെക്കിയ, റോസ്ന, നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഒരു ഡിസ്കഷൻ ക്ലബ്ബുകൾ, അതുപോലെ നമ്മുടെ അനീസ് സാറിന്റെ JRF ക്ലബ്ബ്, ഇതിലൊക്കെ കംപ്ലീറ്റ്ലി പങ്കെടുത്ത ആളായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും, അതേപോലെ നമ്മൾ ലേറ്റ് നൈറ്റിൽ വരെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് അങ്ങനെ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് ജസ്റ്റ് അനു ഒന്ന് പറയാമോ? ഞാൻ ജൂലൈയിൽ B.Ed കഴിഞ്ഞു. B.Ed കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സെറ്റ് B.Ed സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഇതായിട്ട് +1 +2 പഠിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് പഠിച്ചിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ JRF ആയിരുന്നു എൻ്റെ ഇപ്പോൾ
JRF കിട്ടുക അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടു കൂടി എനിക്ക് എന്താ തീരുമാനിക്കാം. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ പപ്പ പറഞ്ഞു, നീ ജോലിക്ക് പോകുന്ന പപ്പയ്ക്കും അമ്മയ്ക്കും പറയായിരുന്നു, പക്ഷെ അവരോട് പറഞ്ഞില്ല. നിനക്ക് എന്ത് തോന്നുന്നു അത് നീ ചെയ്യുന്ന പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഐഫറിൽ എക്സ്റ്റൻഷൻ എടുത്തു, കയറി ഇരുന്നു. ജൂലൈ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈയിൽ BEd കഴിഞ്ഞു, ജൂലൈ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം മുതൽ ഐഫറിൽ ഞാൻ എക്സ്റ്റൻഷൻ എടുത്തു പഠിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ വേറെ ഒന്നിനുമില്ല. കാരണം ഞാൻ വീട്ടിലിരുന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ ഇരുന്നു. എനിക്ക് ഇപ്പം നോക്കിയാലേ കിട്ടുള്ളൂ. ഇനി ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇനിയും വൈകാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹം വിടുക, PhD എടുക്കണ്ട, +1 +2 നിൽക്കുക, അങ്ങനെയുള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് വേണം എന്നുള്ളൊരിതുണ്ട്. അപ്പം ഞാൻ പലരും പറഞ്ഞിട്ട് ഞാൻ ഒന്നും നോക്കാതെ ഞാൻ എടുത്തു, ഐഫറിൽ ജോയിൻ ചെയ്തു. അപ്പം ജോയിൻ ചെയ്ത് ആദ്യത്തെ ഒരു 1-2 ആഴ്ചയൊക്കെ ഞാൻ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യന് ടെൻഷനാകാൻ തുടങ്ങി. ഞാൻ ചെയ്ത തീരുമാനം തെറ്റാണോ, ഇത് ശരിയാവുമോ, ആൻസർ ഐഫറിൽ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡെയിലി ചെയ്യും, ഓരോ വീക്ക്ലി മെഗാ ടെസ്റ്റില്ലേ, മെഗാ മോക്ക് ചെയ്ത സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഐഫറിൽ മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ടാവാറുണ്ട് വീക്കിലി. അപ്പോൾ ആ വീക്കിലി മെഗാ മോക്ക് ടെസ്റ്റിന് ഫസ്റ്റ് റാങ്ക് വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ്സ് കൊടുക്കാറുണ്ട്. അതാണ് സമ്മാനമായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എക്സാം എഴുതാറ്. പക്ഷെ ഒരുപാട് സ്റ്റുഡൻസ് അതേസമയം ഈ വീക്കിലി മെഗാ മോക്ക് ടെസ്റ്റുകളിൽ മുന്നിലെത്താൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മുടെ ടെസ്റ്റുകളിൽ മുന്നിലെത്താൻ പറ്റാതിരിക്കുമ്പം അവർ ചിന്തിക്കുക അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസും ഒക്കെ എക്സാമുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഇവരെ പവറാക്കി കൊണ്ടുവരണം, സ്റ്റുഡൻസിനെ പവറാക്കി കൊണ്ടുവന്നിട്ട് അവരെ ഒറിജിനൽ എക്സാമിലോട്ട് അത്രമാത്രം നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ ഡെയിലി ടെസ്റ്റുകൾ നടക്കും. അപ്പോൾ ചില എക്സാമുകളിലൊക്കെ പല സ്റ്റുഡൻസ് ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ പോകും. അപ്പോൾ ഈ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മെന്റേഴ്സിന് മനസ്സിലാകും ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഇപ്പം എവിടെയാണ്, ഏത് ടെസ്റ്റിൽ ഇവർക്ക് എവിടെയാണ് മാർക്ക് കുറഞ്ഞത്, ഏത് ടെസ്റ്റിലാണ് ഇവർ മുന്നോട്ട് വരുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പലപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്, ഇനി ഈ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഏരിയ ആണ്, ഇനി ഡിസ്കഷനിൽ ഈ PYQs നമ്മളൊന്നും കൂടി എടുത്ത് ചെയ്യണം. അതേപോലെ നമ്മുടെ ഡിസ്കഷനുകളിൽ ഒരുപാട് പിന്നെ നമ്മുടെ കഴിഞ്ഞു പോയ ഡെയിലി ടെസ്റ്റുകളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അതേ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്തിട്ട് ഓരോ ഓപ്ഷൻസും വെച്ചിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യും. അതുപോലെ PYQs ഓരോ ഓപ്ഷൻസും വെച്ചിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അനുവൊക്കെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഈ ഡിസ്കഷൻ ഞാൻ നയിക്കാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസ് ആണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ആ ഒരു എന്തൂസിയാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിസോഴ്സുകൾ വളരെ നല്ല ക്വാളിറ്റി റിസോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നതോടൊപ്പം ആ സ്റ്റുഡൻസിൻ്റെ ഡിറ്റർമിനേഷനും വളരെ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള കാരണമാണ്. പിന്നെ ഐഫറിൻ്റെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന് ഇതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മുടെ JRF ക്ലബിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അത് ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. കറക്റ്റ് 5 മണിക്ക് ശരിക്കും അനിസാറിൻ്റെ ഒക്കെ കമ്മിറ്റ്മെൻറ്റ് കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടാന്നുള്ളത് ശരിക്കും ഞങ്ങളെക്കാൾ അത്യാവശ്യം അനിസാറൊക്കെ ഇരിക്കുന്ന ഒരു ദിവസം ഈ എക്സാമിന് അടുപ്പിച്ച് നൈറ്റ് തുടങ്ങിയ ക്ലാസ് രാവിലെ 7 മണിക്കാണ് കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി ഫുള്ള് എനിക്ക് ഇടയ്ക്കൊരു സമയത്തൊക്കെ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് എണീക്കുമ്പോൾ ക്ലാസ്സോടെ തുടർന്നുകൊണ്ടിരിക്കുക. അനിസാർ അപ്പം അത്രയും കമ്മിറ്റ്മെൻറ്റ് അതൊക്കെ കാണുമ്പോൾ നമുക്കും പഠിക്കണം. ശരിക്കും അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം നമുക്കും പഠിക്കണം, ഭയങ്കര എനർജിയാണ് വരിക. അത് അനിസാറൊക്കെ ശരിക്കും രാത്രി ഉറങ്ങാതിരുന്ന് ക്ലാസ് എടുക്കുക ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു അധ്യാപകൻ ഇങ്ങനെ, എനിക്കറിയില്ല കേട്ടോ, ബാക്കി ആരും അറിയില്ല, ഇങ്ങനെ ഇത്രയും കമ്മിറ്റ്മെൻ്റ് എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. രാത്രി 10 മണിക്ക് എങ്ങാണ്ട്, ഐ തിങ്ക് 7 മണിക്ക് സാറിൻ്റെ ക്ലാസ്, ഹയർ എഡ്യൂക്കേഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് 10 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ PYQ ഡിസ്കഷനാണ്. ആ PYQ തുടങ്ങിയിട്ട് സാറ് രാവിലത്തെ JRF ക്ലബ്ബ് തീരുന്നത് രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന JRF ക്ലബ്ബ് 6:30 വരെ, JRFിൻ്റെ ആ ഒരു സംഭവം 6:30 വരെ ക്ലാസ് ഉണ്ടാവാം. 6:45 വരെ സാറ് 7 മണിക്ക് തുടങ്ങിയ സംഭവം 6:45 വരെ സാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 12 സാർ എന്നിട്ട് പറയും നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കണം. അതൊക്കെ ഭയങ്കര രസം. വീഡിയോ ഓൺ ആക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കണ്ടേ, നമ്മൾ ഉറങ്ങാൻ പാടില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്നിട്ട് സാറ് അത്രയും ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നാപ്പ് എടുത്തിട്ട് പോരാ, ആ ഒരു പവർ നാപ്പ് അങ്ങനെ എന്താ സാറ് പറഞ്ഞത്. ഞാൻ കസാര ഇരുന്ന് ഉറങ്ങി പോയിട്ടുണ്ട്. ഉറങ്ങിപ്പോയി ഞെട്ടിരിക്കുമ്പോൾ സാറിവിടെ ക്ലാസ്സാ. സാറിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നന്നായിട്ട് അതൊക്കെ കാണുമ്പോഴാണ് നമുക്കും
ഒരു വാശിയാവട്ടെ, നമുക്ക് പഠിക്കണം, നമുക്കിത് കിട്ടും, കിട്ടുമോ കിട്ടും. ലാസ്റ്റൊക്കെ ആയപ്പോൾ സത്യം പറയാം, നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടായ എക്സാം ആയിരുന്നു. കയ്യിൽ നിന്ന് പോയി. ശരിക്കും ഹണിമല്ലേ നമ്മുടെ ഇപ്രാവശ്യം ചെയർ ഹോൾഡർ, അവളൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുക എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം എനിക്ക് മറ്റു ഓപ്ഷൻ ഇല്ല. ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നതാ. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കിനി എന്താവും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു വന്നിരുത്താ ഇരുന്നിട്ടുള്ളത്. സത്യം അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നെന്ന് എനിക്ക് ഇപ്പോഴായിട്ട് മനസ്സിലായത്. അനു എപ്പോഴും പറയാറുണ്ട് എങ്ങനെ പഠിക്കണം, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ട്രാക്കിലെത്തിയത് ഇപ്രാവശ്യമാണ് അനു പറയാറുണ്ടായിരുന്നു. സത്യമാണ്, ഇപ്രാവശ്യമാണ്. അത് ഇതുവരെ ഞാൻ ഇങ്ങനെ എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ പപ്പയും അമ്മയും തന്നെ പറയും, നീ കുറച്ചേരം കിടന്നുറങ്ങ്, നീ കിടന്നുറങ്ങിയിട്ട് കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പോട്ടെ നമ്മൾ ഇനി എഴുതുമല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കിത് കിട്ടുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു. ഇതില്ലാതെ എന്റെ മുന്നിൽ മറ്റു ഓപ്ഷൻ ഇല്ല. എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന് ഞാനൊരു ഇരുത്തായിരുന്നു. പക്ഷെ ആ ഒരു ഇരുന്നപ്പോഴും ഐഫർ ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിസ്സിനെ എടുത്തു പറയണം കേട്ടോ. ശരിക്കും ഇടയ്ക്ക് നമ്മളൊന്ന് മടിക്കുന്ന സമയത്ത്, നമ്മളൊന്ന് ഡ്രോപ്പ് ഔട്ടായി പോകുന്ന സമയത്ത് ജസ്റ്റ് മടിയായിട്ട് 2 ദിവസം ഇരിക്കണ്ടാന്ന് നോക്കണ്ടാന്നിരിക്കുന്ന കറക്റ്റ് സമയത്ത് മിസ് വിളിക്കും. അനു എന്തായി, പഠിച്ചോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തോ, ആ ഡെയിലി ടെസ്റ്റ് ചെയ്തോ, അതിന്റെ ഉത്തരം കിട്ടിയോ, അതെങ്ങനെ വരിക ചോദിക്കുമ്പോ ശരിയാണല്ലോ ഞാൻ ചെയ്തിട്ടില്ല പോയി. പിന്നെ മടിയൊക്കെ മാറ്റി വേണ്ട ചെയ്തിട്ട് മിസ്സിന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി കാര്യം പിന്നെ ചെയ്യാന്നുള്ള അങ്ങനെ ചെയ്ത പിന്നെ അതിന്റെ പുറകെ പോവും. ശരിക്കും അങ്ങനെ 3-4 പ്രാവശ്യം മിസ് വിളിച്ചിട്ടുണ്ട്. കറക്റ്റ് ഞാൻ എപ്പോ ഉഴപ്പുന്ന അപ്പം മിസ് വിളിക്കും. പക്ഷെ അതൊക്കെ വലിയൊരു ഫാക്റ്റാട്ടോ. അങ്ങനെയൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ വീട്ടിലിരുന്നിട്ട് വേറെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. നമുക്കൊരു പക്ഷെ ഈ ഐഫറിന്ന് എനിക്ക് കുറേ ടീം, റോസ്ന, ജ്യോതിക, ദൃശ്യ, അനൂപിക, അങ്ങനെ കുറേ പേര് എനിക്ക് ഐഫറിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വലിയൊരു അസറ്റ്. നമ്മളെ നൂർബിൻത വലിയൊരു അസറ്റാണ് കേട്ടോ. സത്യം എനിക്ക് ഈ ഒരു ഐഫറിന്നാണ് എനിക്ക് ഇവരെയൊക്കെ മിസ്സിനെ കിട്ടിയത്. ജ്യോതിക, റോസ്ന, ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ പരസ്പരം കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ മുസ്ന മിസ്സിനെ കാണുന്നത്. സീരിയസ്ലി ഞാൻ നേരിട്ട് മിസ്സിനെ ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ടീം എന്ന് പറയുന്നത്, നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ നമ്മളെ ശരിക്കും നമ്മളെ എന്താ പറയുക, ആ കുഴപ്പമില്ല, നമുക്ക് റെഡിയാകും. ഡെയിലി ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട്, ഡെയിലി ടെസ്റ്റ് അല്ല മേക്കപ്പ് ചെയ്തിട്ട് റോസിനെ വിളിക്കാൻ നോക്കി, എനിക്ക് കിട്ടിയില്ല റോസിനെ. അപ്പൊ റോസിനെ പറയും, ചേച്ചി എനിക്കും കിട്ടില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഐഫർ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓൺലൈൻ കോച്ചിങ്ങുകളെ പലരും സംശയത്തോടെ നോക്കിക്കാണും. ഇതെങ്ങനെയാണ് ഒരു ഇമോടെക് ഇവിടെ നടപ്പാവുക എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഐഫർ ഇപ്പോൾ അനുവിന്റെ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഐഫറിലൂടെ എങ്ങനെയാണ് ഈ ഇമോടെക് ലേണിംഗ് സിസ്റ്റം നടപ്പാക്കിയതെന്ന്. ഈവൻ ഇപ്പോൾ അനുവിന്റെ മെന്ററായിട്ടുള്ള ഞാനും നമ്മൾ ഇപ്പോഴാണ് നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ മീറ്റിംഗ്. ബട്ട് നമുക്കൊരു അപരിചിതത്വം പോലും തോന്നുന്നില്ല. ഓൺലൈൻ ആണെങ്കിൽ പോലും നമ്മൾ അത്ര കമ്പനി ആയിരുന്നു. അനീസാറിനെ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സത്യത്തിൽ. ഇതുവരെ ഞാൻ അനീസാറിനെ ജസ്റ്റ് ക്ലാസ്സിനൊക്കെ വരുമ്പം ഐ തിങ്ക് കോഴിക്കോട് ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നമ്മൾ എങ്ങനെയോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ വോയിസ് ഒക്കെ അയക്കുമ്പോൾ അനീസാർ, ഞാൻ പലപ്പോഴും അനീസാർ ശരിക്കും എന്നെ മനസ്സിലേക്ക് കാണോ, അനീസാറിന് എന്നെ അറിയോ? പക്ഷെ എന്താ അനീസാറൊക്കെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ തരും. ഞാൻ പറയട്ടെ, എത്ര കുട്ടികളുണ്ട്, എത്ര പേര് ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിക്കും കുറെ കുട്ടികൾ നമ്മളുള്ളത് കൊണ്ട് നമ്മളെ നോക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഹണിമയും ഞാനും, അവളും ഞാനും ഡിഗ്രി മുതൽ ഒരുമിച്ച് പഠിച്ചു. ഞങ്ങള് ഡിഗ്രി PG ഒരുമിച്ചായിരുന്നു. B.Ed പിന്നെ അവൾ ഇവിടെ തന്നെ ചെയ്തത്. അപ്പൊ ഞങ്ങൾ അത്രയും കമ്പനി, ഞങ്ങൾ നല്ല കമ്പനിയാണ്. അപ്പം ഇവള് വഴിയാണ്, അത് ഞാൻ പറയാൻ പറഞ്ഞു, ഹണിമ വഴിയാണ് ഞാൻ ഐഫറിൽ എത്തുന്നത്. എന്നെ ഹണിമയും ഞാനും ഇവളിങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഞാനും ഇവളും പറയാറില്ല, എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറയും, നമ്മൾ പരസ്പരം കണ്ടിട്ട് പോലുമില്ല, പക്ഷെ എന്നാൽ പോലും അനീസാർ ശരിക്കും നമ്മളെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെ നമുക്ക് മെസ്സേജ് അയക്കുക. ഒരു ഫാമിലി മെമ്പർ പോലും ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കൂല. അനീസാർ പറയും, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്, ഞാൻ സാറ് പറയും, സാർ ഞാൻ ഇപ്രാവശ്യം ക്രാക്ക് ചെയ്തില്ല. പറയും, സാരില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, നമുക്ക് കിട്ടും, നമ്മൾ കിട്ടിയിട്ട് എവിടുന്ന് പോവുള്ളൂ, കിട്ടിയിട്ട് നമ്മൾ പോവും, പ്രശ്നമില്ല, കിട്ടും. ബിരിയാണി അല്ലേ, ഞാൻ ചിക്കൻ പൊരിച്ചത്, എന്തൊക്കെയാ സാറ്, ഇതൊക്കെ ഇത് ഞാൻ ചിക്കൻ പൊരിച്ച സാറിന് മേടിച്ചു കൊടുക്കണം, എനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പക്ഷെ ഒരു അധ്യാപകൻ അങ്ങനെ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വേറെ മാത്രമല്ല, ഒരു അധ്യാപകൻ പറയാം, എന്നെ സാറേന്ന് വിളിക്കണ്ട, എന്നെ അനീസേന്ന് വിളിച്ചാൽ, മിസ്റ്റർ അനീസ് എന്ന് വിളിച്ചാൽ മതി, ആരെങ്കിലും പറയോ? സാർ അത്രയും കുട്ടികളോട് അത്രയും താഴ്ന്ന സാറ്. സാർ എത്ര ഹൈ ലെവലിൽ നിൽക്കേണ്ട മനുഷ്യനാ, പക്ഷെ അത്രയും താഴ്ന്ന്
തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് എങ്ങനെയാണ് ഒരു അധ്യാപകൻ പെരുമാറുന്നത് അത്രയും നല്ല രീതിയിൽ. പറയുമ്പോൾ സാറിന്റെ മുന്നിൽ കുട്ടികളില്ല, ഓൺലൈനുള്ള ഒരു കോച്ചിങ് സെന്റർ ആണ് ഐഫർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയൊക്കെ നമുക്ക് തരാൻ പറ്റുമോ അതിന്റെ അൾട്ടിമേറ്റ് തരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ 4 ചുവരിന്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക. ആ സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൂടെ എന്തൊക്കെയാ പോവാന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. കാരണം ഇനി എനിക്ക് വേണമെങ്കിൽ എനിക്ക് +1 +2 ഗസ്റ്റ് ആയിട്ടൊക്കെ കയറായിരുന്നു, പക്ഷെ അതുവരെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇരുന്നതാണ്. പലപ്പോഴും ഈ ആരെങ്കിലൊക്കെ നമ്മളിങ്ങനെ പറയുമ്പം എനിക്ക് വിഷമം തോന്നി, ഞാൻ ചെയ്ത തെറ്റാണെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മാറാന്ന് പറഞ്ഞാൽ ആ 4 ചുവരിനുള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഒക്കെ എടുത്തു പറയേണ്ട സാധനം, ആക്ടിവിറ്റി ഗ്രൂപ്പ്, ഡിസ്കഷൻ ഗ്രൂപ്പുകൾ, ഒരു ടീം തന്നെ. ശരിക്കും അതൊക്കെ സത്യം പറയാം, അതൊക്കെ എനിക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു എനർജി തരിക ചെയ്തിട്ടുള്ളത്. നമുക്ക് വീണ്ടും പഠിക്കണം, അയ്യോ നമുക്കത് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും ഒക്കെ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്കറിയാം കുറേ പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ട് പറഞ്ഞെടുക്കല്ലേ, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഐഫറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്ക് വീഡിയോ ലെസൺസും ടെസ്റ്റുകളിലൂടെയും നമ്മളൊന്ന് ട്രാക്കിലായ ശേഷം ദെൻ വി വിൽ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഗ്രൂപ്പ്. ആക്ടിവിറ്റി ഗ്രൂപ്പിലൂടെയാണ് പിന്നെ സ്റ്റുഡൻസ് നമ്മളൊരു ടീമായിക്കൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു ഫേസിലെത്തുന്നത്. ആക്ടിവിറ്റി ഫേസ് ഓഫ് ലേണിംഗ് ആണ്. ദെൻ കംസ് ഡിസ്കഷൻ ക്ലബ്സ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിലൂടെ, ഡിസ്കഷൻ ക്ലബ്ബുകളിലൂടെ സ്റ്റുഡൻസ് ആക്ച്വലി നമ്മൾ ഭാവിയിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവാനും റിസർച്ച് സ്കോളേഴ്സ് ആവാനും ഉള്ള ഒരു പരീക്ഷയാണല്ലോ എഴുതാൻ പോകുന്നത് നെറ്റ്. സോ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടും പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ഗ്രൂപ്പുകളിലൂടെയും ഡിസ്കഷൻ ക്ലബ്ബുകളുടെയും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് സത്യത്തിൽ ആ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചും പഠിപ്പിച്ചും ഒരുപാട് അറിവ് നേടുക, വളരെ ഹാപ്പി ആയിട്ട് പഠിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഒരാളായിരുന്നു നമ്മുടെ അനു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിലൊക്കെ ചില സമയത്ത് ഇടുന്ന വർക്കുകളൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ആണ് നമുക്ക് സ്റ്റുഡൻസ് ചെയ്യുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ അതേപോലെ ചില സ്റ്റുഡൻസ് ഈ ആക്ടിവിറ്റി ഗ്രൂപ്പിലും അതേപോലെ ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ ട്രാക്ക് ഔട്ട് ആയി പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പം അതുപോലെ ചില സ്റ്റുഡൻസ് ഉണ്ടാകും ടെസ്റ്റുകളിൽ ട്രാക്ക് ഔട്ട് ആയി പോകുന്നവരുണ്ടാകും. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് മെന്റേഴ്സിനെ കാണാൻ പറ്റും ട്രാക്ക് ഔട്ട് ആയി പോകുന്ന സ്റ്റുഡൻസ്. കാരണം സ്ഥിരമായിട്ട് മുന്നിലെത്തിയ സ്റ്റുഡൻസ് എന്തുകൊണ്ട് ട്രാക്ക് ഔട്ട് ആയി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ നമ്മൾ ഇവരെ കോൾ ചെയ്യും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും. എന്താണ് ഇപ്പൊ ചില സ്റ്റുഡൻസ് ചില ടെസ്റ്റുകൾ ജസ്റ്റ് കയറി അറ്റൻഡ് ചെയ്തൊക്കെ ഇറങ്ങിപ്പോരും. അതായത് അവർ സ്കോർ ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്ത് ഇറങ്ങിപ്പോരും. അങ്ങനെയുള്ളവരെ പോലും നമ്മൾ എന്ത് ചെയ്യും, വിളിച്ചിട്ട് ഇതെന്താ വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ളതാണോ ഈ ടെസ്റ്റ്, ഈ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാനുള്ള ടെസ്റ്റ് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ട്രാക്ക് ഔട്ട് ആരാണോ ട്രാക്ക് ഔട്ട് ആവുന്നത് അവരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും അനുവൊക്കെ ട്രാക്ക് ഔട്ട് ആയത് പലപ്പോഴും ടെൻഷൻ ബേസിലായിരുന്നു. ടെൻഷൻ കൂടുമ്പോഴാണ് അനുവൊക്കെ ട്രാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി, ആ ട്രാക്കിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനു, നമ്മുടെ നൈറ്റ് ഡിസ്കഷനുകൾ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞൊരു 6 മാസം എങ്ങനെയാണ് പഠനത്തിനെ ഹാബിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്? നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു മെയിൻ കാര്യമായിരുന്നു പഠനം ഹാബിറ്റ് ആക്കുക. അപ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ട് അത് ചെയ്യുക. ഇപ്പൊ രാവിലെ എണീറ്റ് നമുക്കൊരു പല്ല് വെക്കാൻ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുപോലെ ആയിരുന്നു നമ്മൾ പഠനം എന്നുള്ളൊരു സാധനത്തിനെ നമ്മൾ ഇതിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു നൈറ്റ് ഡിസ്കഷൻ ക്ലബ്ബുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്? അതെ, ഡിസ്കഷൻ ഓൾറെഡി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ കുട്ടികൾക്കായിട്ട് മിസ് തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നിട്ട് നമ്മളോട് പഠിക്കാൻ പറയും. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ട് എങ്ങനെയും പറഞ്ഞു കൊടുക്കണം. കാരണം നമുക്ക് മാത്രം മനസ്സിലായ പോരാ, ബാക്കി നമ്മൾ കേൾക്കുന്ന കുറച്ച് പേരുണ്ട്. ശരിക്കും അതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മറ്റേതൊരു വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്, നമ്മളെ നോക്കിയിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊക്കെ എന്ന് പറയാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും എഫേർട്ട് ഇടും. നമ്മൾ ഓരോ സാധനങ്ങൾ നോക്കും. അപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അലോട്ട് ചെയ്ത് തരും. അപ്പം അത് പഠിക്കണം. അത് പഠിച്ചിട്ട് മറ്റേത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, നമുക്ക് അത് അറിയും. പിന്നെ നമ്മളത് വിടും. പിന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോവില്ല. പക്ഷെ നമുക്കത് മറ്റൊരു ആൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമുക്കത് ടാസ്ക്കാണ്. കാരണം
നമ്മളത് ആദ്യം ശരിക്കും മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ള നമ്മളെ ചുറ്റും നിൽക്കുന്ന കുറച്ച് പേർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അവരെന്തേലും അതിനെപ്പറ്റി ചോദിച്ചാൽ അത് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും അതൊക്കെ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, ഇതാണ് നമ്മുടെ ജോബ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജോബ്. അതിനൊരു ശരിക്കും ഒരു ട്രെയിനിങ് പോലെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യണം. മിസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാൻ വളർത്തിയെടുക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴേ ഇതെല്ലാം പഠിച്ചിട്ട് വരണം, ഇപ്പൊ നിങ്ങൾ തന്നെ പഠിപ്പിക്കണം. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് കുറേ ഗൂഗിൾ മീറ്റിൽ ലിങ്ക് ഇടുന്നു, ക്ലാസ് എടുക്കുന്നു, പിന്നെ ഓരോരുത്തരും ലിങ്ക് ഇടും. ലാസ്റ്റിലേക്ക് സമയമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് തന്ന സാധനം നമ്മളത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്യാനുണ്ടാവുക, വേറെ കുട്ടികൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യാനുണ്ടാവുക. പക്ഷെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി വരികയാണെങ്കിൽ ഓൺ സ്പോട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കഴിച്ച സമയത്ത് ഭയങ്കര എനർജി ആയിരുന്നു, എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. പിന്നെ നല്ലൊരു ടീമായിരുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയത് നല്ലൊരു ടീമായിരുന്നു. ഒരുപാട് കുട്ടികൾ ശരിക്കും ഞങ്ങൾ പരസ്പരം കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും കാണാഞ്ഞിട്ട് പോലും കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച പോലെയാണ്. ലാസ്റ്റൊക്കെ റോസ്നിനോട് പറയായിരുന്നു, റോസ്നില്ലേ, റോസ്ന ഒരു സ്വപ്നം പറയായിരുന്നു, ചേച്ചി അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട് എനിക്ക്, എന്താ റോസ്ന ചോദിക്കുമ്പോൾ റോസ്ന പറയാം, ഞാൻ റോസ്ന ജ്യോതിക നമ്മളെല്ലാവരും JRF ഒക്കെ അടിച്ചിട്ട് ഒരുമിച്ച് PhD ചെയ്യാൻ പോവാണ്. JRF അടിച്ചിട്ട് ഒരുമിച്ച് PhD ചെയ്യാൻ പോവാണെന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് PhD ഒക്കെ ചെയ്ത് നടക്കുകയാണെന്നൊരു സ്വപ്നം. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് പരസ്പരം ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇനിയും പഠിക്കണം, JRF വേണം, പഠിക്കണം എന്നുള്ള ഒരു എനർജി ഭയങ്കരമായിട്ട് വരിക ചെയ്യണേ. അതൊക്കെ ശരിക്കും ഭയങ്കര ഹെൽപ്പാണ്. ശരിക്കും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരം വാക്കുകൾ കേൾക്കുന്നത്, ഇത്തരം സപ്പോർട്ട് ഉണ്ടാകുന്നത്, അതൊക്കെ വലിയൊരു അസറ്റ് തന്നെ, ശരിക്കും ഒരു അസറ്റായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട്, എൻ്റെ ഫ്രണ്ട്സ്, PGക്ക് പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഹണിമേനൊക്കെ എടുത്തു പറയണം. ലാസ്റ്റ് പിന്നെ എനിക്കിത് അത്യാവശ്യ സമയത്ത് എനിക്ക് ലാപ്ടോപ്പ് ഒന്നുമില്ല, എന്നിട്ട് ഹണിമയുടെ ലാപ്ടോപ്പ് എനിക്ക് തരിക ചെയ്ത് 6 മാസത്തിന് ഞാൻ കൊണ്ടേക്കും, എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടേക്കുന്ന എനിക്ക് ലാപ്ടോപ്പ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ലാപ്ടോപ്പ് ഞാൻ നശിപ്പിക്കുകയും ചെയ്ത്. പിന്നെ അതൊക്കെ പറഞ്ഞപ്പോൾ ഹണിമ ഇല്ലടി അത് കുഴപ്പമില്ല, ഇലക്ട്രോണിക് സാധനങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഒരു പക്ഷെ എന്റെ ലാപ്ടോപ്പ് നീ അതൊക്കെ നശിപ്പിച്ചില്ലേന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ അവിടെ തീരുമായിരുന്നു. പക്ഷെ അവളെന്ന് പറഞ്ഞാൽ അത് നീ എന്തിനാ വിഷമിക്കുന്ന, ഇലക്ട്രോണിക് സാധനങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അതുപോലെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായത് ഒരു ഭയങ്കര ഒരു അസറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് എത്താനുണ്ട്, എനിക്കറിയാം, ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് നെറ്റ് എന്ന് പറയുന്ന ഒരു പടി മാത്രമേ ആയിട്ടുള്ളൂ. അതിന് മുകളിൽ ഇനി ഒരുപാട് എത്താനുണ്ട്, എത്തണം. അപ്പൊ അനു ഇപ്പൊ വലിയൊരു നേട്ടമാണ് നേടിയിരിക്കുന്നത്. ഇനി ഒരു ഭാവി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പോവാനുള്ള ഒരുക്കങ്ങളാണ്. ഇനി ഈ ഒരു നെറ്റ് പരീക്ഷയിലേക്ക് വേണ്ടിയിട്ട് കടന്നു വരുന്ന സ്റ്റുഡൻസിനോട്, അതായത് ഇനിയിപ്പോ നമ്മുടെ ഭാവി ജൂനിയേഴ്സ് അവരോടൊക്കെ, അല്ലെങ്കിൽ ഐഫറിലോട്ട് ചേരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഈ ഒരു പ്രിപ്പറേഷനെ കുറിച്ചും, അതേപോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തേണ്ടത്, ആ രൂപത്തിലൊക്കെ എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ശരിക്കും പഠിക്കണം എന്നുള്ള ഇതെനിക്ക് അത്യാവശ്യമാണെന്നൊരു മൈൻഡ് വേണം. എനിക്ക് അത്യാവശ്യമാണ്, ഇതില്ലാതെ എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു ശരിക്കും കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങാന്ന് പറയുന്നില്ല, അതൊരു സത്യം, ഒരു സത്യസന്ധമായ ഒരു ഫാക്ടറാണ്. ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ഇരുന്നാൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ വർഷങ്ങൾ പോവാ. നമ്മൾ PG വരെ പഠിച്ച ഒരാൾക്ക് നെറ്റും ഈ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ PG വരെ പഠിച്ച ഒരാൾക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ. അതിൽ നിന്ന് ഇറങ്ങി നമുക്ക് പഠിക്കണം, നമുക്ക് വേണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയുമോ, ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് വർക്ക് എന്നുള്ളത് ശരിക്കും എനിക്കറിയില്ല എന്താ സ്മാർട്ട് വർക്ക് എന്നുള്ളത്. ഞാൻ ശരിക്കും എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ ഹാർഡ് വർക്കാണ് ചെയ്തത്. ശരിക്കും ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഉറക്കമൊഴിച്ച് ഒരു സമയത്തൊക്കെ 3 മണിക്കൊക്കെ കിടന്നു തുടങ്ങിയിട്ട് ഞാൻ 3:30 എണീറ്റിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ പപ്പയും അമ്മയും പറയും, നീ ഇങ്ങനെയൊന്നും ഇരിക്കരുത്. സത്യമാകുമ്പോൾ ലാസ്റ്റൊക്കെ ഇപ്പോൾ പപ്പയ്ക്കും അമ്മയൊക്കെ ഭയങ്കര പേടിയായിപ്പോയി, ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതൊക്കെ. ശരിക്കും ലാസ്റ്റൊക്കെ ഞാനും പേടിച്ചായിരുന്നു കേട്ടോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുക, നമുക്കിത് വേണം എന്നുള്ള ഒരു ചിന്ത, ഒരു ആഗ്രഹം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഉറപ്പായിട്ട് നമുക്ക് കിട്ടും, കിട്ടാതിരിക്കില്ല. നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഇരിക്കുക. നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതിൻ്റെ കൂടെ ഐഫർ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു മെന്റൽ സപ്പോർട്ട്, ശരിക്കും നല്ലൊരു സപ്പോർട്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ
അതിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതിന് ഒരു ശരിക്കും ഞാൻ ഒരു വലിയ ഉദാഹരണമാണ്. എനിക്കറിയാം, കാരണം എക്കണോമിക്സിന്റെ എക്സാം ഇപ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എനിക്ക് കിട്ടില്ല, കാരണം സത്യം കയ്യിൽ നിന്ന് പോയൊരു സമയമുണ്ട്. എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ദൈവമേ എന്താ ഇത്, ഞാൻ ശരിക്കും ഇത്രയും എഫോർട്ട് എടുത്തിട്ട് എനിക്ക് എന്താ പറ്റിയത്. അപ്പോൾ എക്സാമിന്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്, കാരണം അത്രയും ബുദ്ധിമുട്ടായ ഒരു എക്സാം ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയോ പഠിച്ചതിന്റെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് പേപ്പർ ആയാലും സെക്കൻഡ് പേപ്പർ ആയാലും. ഫസ്റ്റ് പേപ്പറൊക്കെ അനീസാറ് പറഞ്ഞ സെയിം, അനീസാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. കുറെ റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, ബൈനോമിയൽ, അങ്ങനത്തെ കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്കറിയാം. തലേന്ന് രാത്രി ഞാൻ ആ ഒരു ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. എന്നിട്ട് എനിക്കത് എങ്ങനെയായിട്ട് കിട്ടുന്നില്ല. ഞാൻ ജ്യോതിക ഇത് എങ്ങനെ ചെയ്യാം, എന്നിട്ട് ജ്യോതികയാണ് എനിക്കിത് പറഞ്ഞിരുന്നത്, ഇത് ഇങ്ങനെ ചെയ്താൽ മതി ചേച്ചി കിട്ടുമെന്ന് പറഞ്ഞത്. സെയിം ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പാറ്റേൺ രീതി വേറെയാണ്, പക്ഷെ സെയിം പാറ്റേൺ എക്സാമിന് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒക്കെ അതൊക്കെ കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് പേപ്പർ ആയാലും സെക്കൻഡ് പേപ്പർ ആയാലും എനിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിയത് ഫസ്റ്റ് പേപ്പറിലാണ്. ഫസ്റ്റ് പേപ്പർ കുറച്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മാർക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് സെക്കൻഡ് പേപ്പർ കുറച്ചൊന്ന് കുറഞ്ഞാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റിയത്. പിന്നെ സെക്കൻഡ് പേപ്പർ ആയാലും നല്ല ടഫ് ആയിരുന്നു ഇപ്രാവശ്യത്തേക്ക്. നമ്മുടെ സിലബസും പാറ്റേൺ ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ് ഇപ്രാവശ്യം. നമ്മൾ പഠിച്ചൊരു പാറ്റേൺ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോഴത്തെ എക്സാം ഒക്കെ വന്നിട്ടുള്ളത്. ഫുൾ ഒരു മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റ്, എക്കണോമെട്രിക്സ് ആ ഒരു റേഞ്ചിലേക്ക്. അത് നമ്മൾ പഠിച്ച് നമ്മുടെ സിലബസിലെ സ്റ്റാറ്റ് ഒന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നത്. അപ്പുറത്തേക്കും പോയി. മാത്രല്ല കോംപ്രിഹെൻഷനൊക്കെ എക്കണോമിക്സിൽ വന്ന ഇപ്രാവശ്യത്തെ കോംപ്രിഹെൻഷനൊക്കെ സത്യം പറഞ്ഞാൽ കിള്ളി പാറിയ കോംപ്രിഹെൻഷൻ ആയിരുന്നു. മറ്റേ നമുക്ക് കോംപ്രിഹെൻഷൻ ഒക്കെ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് കിട്ടും. കോംപ്രിഹെൻഷൻ ഒക്കെ കുറച്ചൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 മാർക്കെങ്കിലും കിട്ടുന്നുള്ള സംഭവമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ എക്കണോമിക്സിന്റെ കോംപ്രിഹെൻഷൻ ഒക്കെ എന്താ സംഭവിച്ചത്, അത് ആ വന്ന ക്വസ്റ്റ്യൻ കോംപ്രിഹെൻഷൻ ആണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഞാൻ കുറെ ടൈം എടുത്തിട്ടുണ്ടെന്നുള്ള സത്യം. പിന്നെ ഒരു ദൈവാനുഗ്രഹം ഒക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുക, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പണ്ട് മിസ് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ടെൻഷൻ അടിക്കുന്ന സമയത്ത് എന്നോട് മൂസനൈസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മിസ് പറയുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും അത് സത്യമാണ്. നമ്മൾ എഫോർട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ആയാലും സ്മാർട്ട് വർക്ക് ആയാലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അത് മിസ് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ശക്തി, എന്തെങ്കിലും ഒരു പവർ നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ ആ ഒരു വർക്കിന് നമുക്ക് റിസൾട്ട് തരും. അതിന് സത്യം ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ ഒരു റിസൾട്ടിൽ.